ഓക്കെ, LDC ഫൈനൽ റിവിഷൻ 14ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ 14 ക്ലാസ് ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കൃത്യമായി പഠിച്ച് വരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ റിവിഷൻ നിങ്ങൾ കുഴപ്പമില്ല, എഴുതുന്ന ആൾക്കാർ കുറവായാലും കുഴപ്പമില്ല, ഇനി യൂട്യൂബിൽ തന്നെ നടത്താം. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ റിവിഷൻ ഇന്നുണ്ട്. പക്ഷേ ചെയ്യണൊരു കൃത്യമായി മാർക്ക് കമൻറ്റ് ചെയ്യണേ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് തന്നെ പോകണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്ത് അടുത്ത ദിവസം ഏത് പോർഷൻ എടുക്കുന്നതൊക്കെ കമൻറ്റ് ചെയ്ത് നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം, എടുത്ത് പോവാം. ഓക്കെ, പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം കണ്ടവേഴ്സ് പഠിക്കും. കാരണം കണ്ടവേഴ്സ് 20 മാർക്കാണ്. നമ്മൾ ഓരോ പോർഷനായിട്ട് നമ്മൾ പഠിച്ച് വരികയാണ് അല്ലേ. അപ്പോൾ ഈ ഡെയിലി പഠിപ്പിക്കുന്ന കണ്ടവേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ ഇത്രയും ക്ലാസ് ആകുമ്പോൾ നിങ്ങൾ എന്തുമാത്രം കണ്ടവേഴ്സിന് കിട്ടുമെന്ന് അറിയാമോ. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ ഭേദഗതികളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുറേ നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്. സ്ഥിരം ചോദിക്കുന്ന 42, 44 അത് വിട്ടിട്ടുള്ള അല്ലാതുള്ള കുറച്ച് 3 നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്ഥിരമായ ചോദ്യം വരുന്നത് കൂടിയാണ്. എന്നാൽ നമ്മൾ 42, 44 പഠിക്കാനുള്ളത് നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതല്ല, അല്ലാതെ 3 എണ്ണമാണ്. പിന്നെ നമുക്ക് LDC ഓൺലൈൻ ബാച്ച് ഉണ്ട്, LPUP ഓൺലൈൻ ബാച്ച് ഉണ്ട്, LGS ഓൺലൈൻ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, LDC വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. 20 രൂപയാണ് മന്ത്ലി പേയ്മെൻറ്റ് വരുന്നത്. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഡെയിലി റിവിഷൻസും ഡെയിലി ടോപ്പിക് എക്സാമും പിന്നെ വർക്കൗട്ടും എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നമുക്ക് അപ്പോൾ എന്ത് ചെയ്യാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. എടാ, നമ്മളപ്പോൾ ഇന്നലെ പഠിച്ച കണ്ടവേഴ്സ് ഒന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ചോദിക്കും, കുഴപ്പമില്ലല്ലോ. പറ, കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ വാക്സിൻ ഏതാണ്? ഇൻകോവാക്. ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി ഏഷ്യയിലെ ആദ്യ ഡ്രോൺ ഡെലിവറി ഹബ്ബ് മേഘാലയ. ഓക്കെ, നീ ഇന്നലെ ഇല്ലായിരുന്നു, നീയൊക്കെ ഇന്നലെ മുങ്ങിയതല്ലേ. ഇന്ത്യയിൽ ആദ്യത്തെ 3D ബയോ പ്രിന്റിംഗ് സെൻറ്റർ ഓഫ് എക്സലൻസ് എവിടെ? ക്ലാസ് കണ്ട? ഓക്കെ, അത് ഗോൾഡ് ഐറ്റിയ വന്നത് എവിടെ? പഠിച്ച് ഇതൊക്കെ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിച്ചു പോയത്. അപ്പോൾ ഇത് ക്ലാസ് ആയിട്ട് ഇന്നലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത ഇന്നലെ വീഡിയോ പോയി എന്ത് ചെയ്യുക, കാണുക. നീ അങ്ങോട്ട് നീങ്ങിയിരുന്ന നീ കോപ്പി അടിച്ചില്ലെങ്കിൽ ഉത്തരം പറയും. പോയിട്ടോ. ഓക്കെ, സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം ഏതാണ്? കണ്ടിട്ട് പറഞ്ഞില്ലടാ? അല്ല. ഓക്കെ, സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം ഏതാണ് കുട്ടികളെ? ഇന്ത്യയാണ്. ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ആര് ഉത്തരം പറയാൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണത്തിന്റെ കാരണം രേഖപ്പെടുത്തുന്നതിനായി എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കുറേ ആനകളെ കൊന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. തമിഴ്നാട്. ഓക്കെ, തമിഴ്നാട് ഈ വീരപ്പ അങ്ങനെ കൊള്ള ഉണ്ടായിരുന്നു. അവിടെ ആനക്കൊള്ള ചന്ദനമര കേട്ടില്ലായിരുന്ന വീരപ്പന്? ആനക്കൊള്ള ഉണ്ടായിരുന്നല്ലേ? ചന്ദനക്കൊള്ള കടത്തുകാരൻ. മെയിൻ പരിപാടി ആനക്കൊള്ള ഉണ്ടായിരുന്നു. ആനക്കൊള്ള പിന്നെ മറ്റേ മന്ത്രിമാരെയൊക്കെ തട്ടിക്കൊണ്ടു പോക്കുണ്ടായിരുന്നു. എന്തോ പക്ഷെ കുറെ ആൾക്കാർ പുള്ളിയെ സപ്പോർട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. വീരപ്പൻ ഗ്രാമങ്ങളെ മൊത്തം സപ്പോർട്ട് നോക്കിക്കൊണ്ടിരുന്ന പുള്ളി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, എന്തോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണത്തിന് കാരണം രേഖപ്പെടുത്തുന്നതിനായി എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഈ വീരപ്പന്റെ മോൾ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട്. പേര് മറന്നുപോയി, പേര് എനിക്കറിയായിരുന്നു. പേരറിയോ? ഓക്കെ, തമിഴ്നാട്. അടുത്ത്, സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവ മാറ്റ ആശുപത്രി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. എറണാകുളത്തല്ല, കോഴിക്കോട് കേട്ടോ. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ അവയവ മാറ്റ ആശുപത്രി, അതായത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ആശുപത്രി ആരംഭിക്കുന്നത് എവിടെയാണ്? കോഴിക്കോട്. രാജ്യത്തെ ആദ്യത്തെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലെൻഡർ ലോറസ് സാങ്ച്വറി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. സെൻട്രൽ ലോറസ് എന്ന് വെച്ചാൽ എന്താണ്? കുട്ടിത്തേവാങ്ക് കേട്ടോ. കുട്ടിത്തേവാങ്ക് വെച്ചാൽ ഈ മരത്തിലൊക്കെ കയറി പോണ സാധനമല്ലോ കുട്ടിത്തേവാങ്ക്. വലിയ അണ്ണാനൊന്നുമല്ല, അണ്ണാന്റെ വലുതാണ് അത്. അണ്ണാന്റെ ഇനമൊന്നുമല്ല ഇത്, വേറെ മരപ്പട്ടിക്ക് അത് ഇനം വെച്ചില്ലേ കൂട്ട്? കുട്ടിദേവാങ്ങിന് അപ്പോൾ കൂട്ടില്ല. കുട്ടിദേവാങ്ങിന് ആരാണ് കൂട്ട്? സിംഗിളാണ്. കുട്ടിദേവ സിംഗിളാണ്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ സ്ലെൻഡർ ലോറസ് സാങ്ച്വറി നിലവിലുള്ള സംസ്ഥാനം വളരെ തമിഴ്നാട്. ഓക്കെ. ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും സമന്വയിപ്പിച്ചിട്ടുള്ള ഡിജിറ്റലി കണക്റ്റഡ്, എന്താണ്? ഇലക്ട്രോണിക് വിദ്യാഭ്യാസവും ആരോഗ്യവും സമന്വയിപ്പിച്ചിട്ടുള്ള ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതി അവതരിപ്പിച്ച ജില്ല ഏതാണ്? വയനാട്. ട്രൈബൽ എന്ന കേൾക്കുമ്പോൾ നമുക്ക് കിട്ടണമല്ലോ. ഏതാണ്? വയനാട് ജില്ലയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ സമന്വയിപ്പിച്ചിട്ടുള്ള
ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും സമന്വയിപ്പിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും സമന്വയിപ്പിച്ചിട്ടുള്ള എന്താണ് എൻ്റെ പേര് ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്ന രാജ്യത്ത് ആദ്യ പദ്ധതി ആരംഭിച്ചത് ആരാണ്? അത് വയനാടാണ്. ആരാണ്? വയനാടാണ് കേട്ടോ. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ ഇൻഫൻട്രി മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയല്ല, ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഫൻട്രി മ്യൂസിയം ഇവിടെ തന്നെയാണ്. ഇൻഡോർ വിമാനത്തോളം എന്ന് പറയാമോ അതുൽ? ദേവി അഹല്യാബായി ഹോൾക്കർ ഇന്റർനാഷണൽ വിമാനത്താവളം. ദേവി അഹല്യാബായി ഹോൾക്കർ ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെ ഉള്ളത്? ഇൻഡോറിലുള്ളത് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഫൻട്രി മ്യൂസിയം നിലയിൽ വന്നത് എവിടെയാണ്? ഇൻഡോറിലെ വിമാനത്താവളത്തിന്റെ പേരെന്താണ്? ദേവി അഹല്യാബായി ഹോൾക്കർ ഇന്റർനാഷണൽ വിമാനത്താവളം. പറഞ്ഞേ, ദേവി അഹല്യാബായി ഹോൾക്കർ ഇന്റർനാഷണൽ വിമാനത്താവളം. അത് എവിടെയാണ് പിള്ളേരെ? ഇൻഡോറിലാണ് കേട്ടോ, ഇൻഡോറിലാണ്. ഓക്കെ, ശരി. അപ്പൊ ഇത്രയും ഒന്നും ഞാൻ പറയണ. സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലം ചെയ്യുന്ന ലോകത്തിലെ ആദ്യ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണത്തിന് കാരണം രേഖപ്പെടുത്തുന്നതിനായി എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. സർക്കാർ മേഖലയിൽ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്ലെൻഡർ ലോറസ് സാങ്ച്വറി നിലയിൽ വന്നത് തമിഴ്നാടാണ്. ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും സമന്വയിപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്ന പദ്ധതി രാജ്യത്തെ ആദ്യത്തെ പദ്ധതി വയനാട് ജില്ലയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഫൻട്രി മ്യൂസിയം നിലവിൽ എവിടെയാണ്? ഇൻഡോറിലാണ്. ഓക്കെ. ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമല്ല. ഏതാണ്? പറ. രാജസ്ഥാൻ. ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം. പറ. ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏതാണ്? രാജസ്ഥാൻ. കേട്ടോ. അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കിയ, അതായത് നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ പറയാം? അന്ധതാ നിയന്ത്രണ നയം ഇംഗ്ലീഷ് എങ്ങനെ പറയാം? ബ്ലൈൻഡ്നെസ് കൺട്രോൾ പോളിസി. ബ്ലൈൻഡ്നെസ് എന്ന് വെച്ചാൽ അന്ധത, കൺട്രോൾ എന്ന് വെച്ചാൽ നിയന്ത്രണം, നയം എന്ന് വെച്ചാൽ പോളിസി. ഓക്കെ, മിടുക്കൻ. എല്ലാം പഠിക്കുന്നുണ്ട് കേട്ടോ നീ. അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ തൂക്കുപാലം. ഗ്ലാസ് ഫ്ലോർ ആയിട്ടാണ് തൂക്കുപാലം. വയനാട് വിട്ടോ? വയനാടില്ല. ഇനി വയനാട് പിടിക്കണ്ട. കേരളത്തിലല്ല, അങ്ങ് ദൂരെ ജമ്മു കാശ്മീർ പോണ്ട, ദൂരെ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോട്ടെ, ദൂരെ ഉത്തരാഖണ്ഡില്ലേ? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ ഇത്തടെ അവിടെ നീ പറയും കുറച്ച് പറയാത്ത എന്ത്? ഇവിടെ കുറെ ഉത്തരം പറഞ്ഞു. ഇവിടെ പിടിച്ച് എഴുതിയല്ല നമുക്ക്. ഓക്കെ. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ തൂക്കുപാലം നിലയിൽ വന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. എവിടെയാണ് പിള്ളേരെ? ഉത്തരാഖണ്ഡ്. അടുത്ത നീയൊക്കെ ചാടി വീണ് പറയും. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല? എടാ, ഒരുത്ത ഇവിടെ 4 തവണ മങ്കി പോക്സ് പഠിപ്പിച്ചത്. വിജിത്ത്. എന്നിട്ട് എറണാകുളം. മങ്കി പോക്സ് എവിടാ? അല്ല, കൊല്ലം. ഇന്ത്യയിൽ ആദ്യം മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം. ഇന്ത്യയിൽ ആദ്യം മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം. നിനക്കൊക്കെ അവനാണിടി കേട്ടോ. കാരണം നിന്നെയൊക്കെ 4 or 5 തവണയാണ് നിന്നെയൊക്കെ പിടിച്ചിട്ട് ഇവിടെ മറ്റേ മങ്കി ബോക്സിന്റെ ക്ലാസ് വന്നത്. എന്നിട്ട് ചോദിച്ചാൽ പറഞ്ഞുകൂടാ. ഇന്ത്യയിൽ ആദ്യമായി മങ്കി ബോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം. ഓക്കെ. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെ? എവിടെയാണ്? നോക്കി പറയാടാ. ഉത്തരാഖണ്ഡ്. ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും ചോദിക്കും. ഒരാളെ കൊണ്ടാണ് ഫുള്ള് പറയിപ്പിക്കാൻ പോണത്. ഒരാൾ ഫുള്ള് പറഞ്ഞ് എന്ത് ചെയ്യും? ഷൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ശരി. എടാ നോക്കാം. സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി ആനകളുടെ മരണത്തിന് കാരണം രേഖപ്പെടുത്തുന്നതിനായി എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ അവയവമാറ്റ ആശുപത്രി സ്ഥാപിതമാകുന്നത് കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യത്തെ സ്ലെൻഡർ ലോറസ് സാങ്ച്വറി തമിഴ്നാട്. ഓക്കെ. ഈ വിദ്യാഭ്യാസവും ആരോഗ്യവും സമന്വയിപ്പിച്ചിട്ടുള്ള ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനീസ് എന്ന രാജ്യത്തെ ആദ്യ പദ്ധതി അവതരിപ്പിച്ചത് വയനാടാണ്. ഇന്ത്യയിലെ ആദ്യ ഇൻഫൻട്രി മ്യൂസിയം എവിടെ? ഇൻഡോറിലെ വിമാനത്താവളം ഏത്? ദേവി അഹല്യാബായി ഹോൾക്കർ ഇന്റർനാഷണൽ വിമാനത്താവളം. അടുത്ത ഇന്ത്യയിൽ ആദ്യമായി അന്ധതാ നിയന്ത്രണ നയം
നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ തൂക്കുപാലം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്. കേട്ടോ, ഉത്തരാഖണ്ഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്ര പഠിച്ചേ, എന്നിട്ട് ഒരാളെ കൊണ്ടേ ചോദിക്കും. ഇവിടെ പോസിറ്റേ. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് ഈ ഉത്തരങ്ങൾ പറഞ്ഞ് ഷൈൻ ചെയ്യാൻ പോകുന്നത് അർച്ചന GS ഫ്രം നട്ടുവങ്കാവ്. നട്ടുവങ്കാവിലല്ല, മുതിയങ്കാവ്. ഓക്കെ. സാറ്റലൈറ്റ് സ്പെക്ട്രം ലേലം ചെയ്ത ആദ്യ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ സോളാർ പാനൽ ഫാക്ടറി ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യത്തെ സ്ലെൻഡർ ലോറസ് സാങ്ച്വറി തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഫൻട്രി മ്യൂസിയം ഇൻഡോർ. ഇന്ത്യയിൽ ആദ്യത്തെ ഗ്ലാസ് ഫ്ലോർ തൂക്കുപാലം. ഓക്കെ. ഇന്ത്യയിൽ ആദ്യമേ മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തത് കൊല്ലം. ഓക്കെ. ഈ സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി കോഴിക്കോട്. ആനകളുടെ മരണകാലം രേഖപ്പെടുത്തുന്ന എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് തമിഴ്നാട്. ഓക്കെ. ഈ വിദ്യാഭ്യാസവും ആരോഗ്യം സമന്വയിപ്പിച്ചിട്ടുള്ള ഡിജിറ്റൽ കണക്റ്റഡ് ട്രൈബൽ കോളനീസ് വയനാട്. ഓക്കെ. അടുത്ത ഇന്ത്യയിൽ ആദ്യമായി അന്ധത നിയന്ത്രണ നയം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ഓക്കെ, മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും ഷൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ, മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഭരണഘടനയുടെ ഭാഗം പഠിക്കാം. ഇവിടെ പോസിറ്റേടാ. ഷുട്ടോ. എടാ, നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഭരണഘടനാ ഭേദഗതികളുണ്ട്, ഭരണഘടനാ ഭേദഗതികൾ. ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ ഈ അറിയാം 42, 44 അതൊക്കെ നമ്മൾ സ്ഥിരം പഠിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേറെ ക്ലാസ് ആയിട്ട് കിട്ടും. ഓക്കെ. നമ്മളിന്ന് ഒരു 3 ചെറിയ ഭരണഘടനാ ഭേദഗതി പഠിക്കാൻ പോവുകയാണ്. അത് നമ്മൾ ഒന്ന് 61, മറ്റൊന്ന് 86, പിന്നെ ഒന്ന് 91. ഓക്കെ, 3 ഭരണഘടനാ ഭേദഗതി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 3 ഭരണഘടനാ ഭേദഗതികൾ. ഓക്കെ, 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്നിട്ട് കഴിഞ്ഞാൽ അറിയാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അതിൻ്റെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. നമ്മൾ ആദ്യം 61 ഭേദഗതി പഠിക്കാം. ഈ 61 ഭേദഗതി നിലവിൽ വന്ന വർഷമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏത് വർഷമാണ്? 89. 61 ഭേദഗതി 1989. 61 ഭേദഗതി 1989. ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 61 ഭേദഗതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കണം. എന്താ സംഭവിച്ചത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ചു. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ചു. ഓക്കെ. ഇനി ഏത് ഭരണഘടന ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്? എടാ, വോട്ടിംഗ് പ്രായം പറഞ്ഞ ഏതിലാണ്? 326 അല്ലേ? 326 എന്ത് ചെയ്തത്? മാറ്റം വരുത്തിയത്. ഓക്കെ. അപ്പോൾ 61 ഭേദഗതി ഏത് കാര്യം? വോട്ടിംഗ് പ്രായം 89 കേട്ടോ, 89. ഓക്കെ. ആ സമയത്ത് ആരാണ് പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ആരാ പ്രസിഡന്റ്? എന്നെയൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. 82 മുതൽ 87 വരെ തന്നെ ഗ്യാനി സെയിൽ സിംഗ് തന്നെ. നീയൊക്കെ പറഞ്ഞത് കൂറുമാറ്റ നിയമത്തിലാണ് ഗ്യാനി സെയിൽ സിംഗ്. മനസ്സിലായി? രാജീവ് ഗാന്ധിയും ഗ്യാനി സെയിൽ സിംഗും. ഓക്കെ. ആരാ? വെങ്കടാചലോ. വെങ്കടാചലോ എടാ? നീല വെങ്കട മോനെ. നീല സഞ്ജീവ് റെഡ്ഡിയൊക്കെ എപ്പോഴാ എന്ത് മോനെ? എന്തുവാ? 69, 74 നീല സഞ്ജീവ് റെഡ്ഡി. അല്ലല്ല, 69, 74 BB ഗിരി. ഓക്കെ. 77, 82 നീല സഞ്ജീവ് റെഡ്ഡി. കേട്ടാ? 77, 82. അപ്പൊ ആര്? ആർ വെങ്കട്ടരാമൻ. 61 ഭേദഗതി സമയത്ത് ആരാണ്? ആർ വെങ്കട്ടരാമൻ. 61 ഭേദഗതി സമയത്ത് ആരാണ് പ്രധാനമന്ത്രി? അല്ല, പ്രസിഡന്റ് ആരാണ്? ആർ വെങ്കട്ടരാമൻ. പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. ഈ ഡേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? നിലവിലുള്ള ഡേറ്റ് 89. ഒക്ടോബർ അല്ല, നവംബറും അല്ല, മാർച്ച് മാസമാണ്. അന്നാണ് നമ്മൾ നൂല് കെട്ടണത്. 28. ഓ വാവ്. 1989 മാർച്ച് 28. 1989 മാർച്ച് 28. 1989 മാർച്ച് 28. ഓക്കെ. അപ്പൊ അത്രയും പഠിച്ചല്ലോ. ശരി. ഇനി നമ്മൾ പഠിക്കേണ്ടത് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. ഏത് ആർട്ടിക്കിളിലാണ് മാറ്റം വരുത്തിയത്? 326. ഓക്കെ. അപ്പൊ അത് ഫുള്ള് പറയണം. 61 ഭേദഗതി 1989. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. രാഷ്ട്രപതി ആർ വെങ്കട്ടരാമൻ. 89 മാർച്ച് 28 നിലവിൽ വന്നു. ഓക്കെ. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. 21 നിന്ന് 18 കുറച്ചു. ആർട്ടിക്കിൾ 326 മാറ്റം വരുത്തി. മനസ്സിലായല്ലോ? ഓക്കെ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഒന്ന് ഫുള്ള് പറഞ്ഞ മോനെ.
1989 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 18 കുറയ്ക്കാതാണ് ഈ ഭേദഗതി. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, പ്രസിഡന്റ് വെങ്കിട്ടരാമൻ. ഇത് നിലവിൽ വന്നത് 1989 മാർച്ച് 28. വരുത്തിയ ആർട്ടിക്കിൾ 326. ഓക്കെ, ശരി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ് ഇവിടെ, അത് നിങ്ങൾ പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഭേദഗതിയാണ് 86-ാം ഭേദഗതി 2002. 86-ാം ഭേദഗതി 2002. 86-ാം ഭേദഗതി 2002. ഓക്കെ, ഒന്ന് പറയാമോ, ആരാണ് പ്രധാനമന്ത്രി? 2002 ആരാ പ്രധാനമന്ത്രി? 99 മുതൽ 2004 വരെ പ്രധാനമന്ത്രി ആരാ? AB വാജ്പേയി. അപ്പൊ AB വാജ്പേയി പ്രധാനമന്ത്രി. ആരാ പ്രസിഡന്റ്? ആരാ? എടാ, 2002 രണ്ട് പ്രധാനമന്ത്രി വരുന്നുണ്ട്, മനസ്സിലായില്ലേ? 2002 ജൂലൈ 25 വരെ KR നാരായണനും ജൂലൈ 25 മുതൽ ആരാണ്? APJ അബ്ദുൽ കലാമുമാണ്. ഓക്കെ, ഈ ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചത് ഡിസംബർ 12-നാണ്. ഡിസംബർ 12-നാണ് അംഗീകാരം ലഭിച്ചത്. ഡിസംബർ 12-ന് 2002 ഡിസംബർ 12-നാണ്. അപ്പൊ ആ സമയത്ത് ആരാ? APJ ഉണ്ട്. ആരാണ്? APJ അബ്ദുൽ കലാം. മനസ്സിലായി? APJ അബ്ദുൽ കലാം. ഓക്കെ, അപ്പൊ 86-ാം ഭേദഗതി ഏത് വർഷം? 2002. ആ തീയതി ഡിസംബർ 12. ഡിസംബർ 12. ഓക്കെ, പ്രധാനമന്ത്രി AB വാജ്പേയി, രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. ഓക്കെ, എടാ, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. മനസ്സിലായി? അപ്പൊ എന്തിലോട്ട്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തെ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം. മനസ്സിലായല്ലോ? ഓക്കെ, ആർട്ടിക്കിൾ 21A എന്ത് ചെയ്തു? ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർട്ടിക്കിൾ 21A എന്ത് ചെയ്തു? നമ്മൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. അതിൽ പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമാണ്. മനസ്സിലായോ? അത് 6-നും 14-നും അതിനിടയ്ക്ക് പ്രാഥമിക വിദ്യാഭ്യാസമേ ഉള്ളൂ. പലർക്കും അറിയാത്ത കാര്യമാണ്. 6-നും 14-നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം, അത് പിടിച്ചോണ്ടേ പഠിപ്പിക്കണം. മനസ്സിലായോ? സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം നൽകേണ്ടത് നമ്മുടെ സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമാണ്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വരും, ഇങ്ങനെ വരും. സ്റ്റേറ്റിന്റെ കടമയാണ്. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റേറ്റിന്റെ കടമയാണ്, പിള്ളേർ അച്ഛനമ്മയിൽ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഡൗട്ട് വരും. ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളിത് തമാശയായിട്ട് തോന്നും. പക്ഷേ എക്സാം ഹാളിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഡൗട്ട് വരും. ഓക്കെ, കുട്ടികളുടെ അതൊരു മൗലിക അവകാശം, കുട്ടികൾക്ക് ലഭിക്കുന്ന മൗലിക അവകാശമാണ് അത്, കേട്ടോ. ഓക്കെ, അടുത്ത് ആർട്ടിക്കിൾ 45-ൽ എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. ഒരു ആർട്ടിക്കിൾ ചേർത്തു. ഏത് ആർട്ടിക്കിൾ ചേർത്തേ? 21A എന്ന ആർട്ടിക്കിൾ ചേർത്തു. അതോടൊപ്പം ആർട്ടിക്കിൾ 45-ൽ എന്ത് ചെയ്തു പിള്ളേരെ? ഭേദഗതി വരുത്തി. ആർട്ടിക്കിൾ 45-ൽ ഭേദഗതി വരുത്തി. ഓക്കെ, ആ ഭരണഘടനയുടെ 45-ാം വകുപ്പ് പ്രകാരം, അതായത് ആർട്ടിക്കിൾ 45 പ്രകാരം എല്ലാ കുട്ടികൾക്കും അവർക്ക് 6 വയസ്സ് തികയുന്നത് വരെ ശൈശവാരംഭത്തിൽ നിന്ന് തന്നെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുവാൻ രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. മനസ്സിലായ? അപ്പോൾ ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ 45 പ്രകാരം എന്താണ് പറയുന്നത്? എല്ലാ കുട്ടികൾക്കും അവർക്ക് 6 വയസ്സ് തികയുന്നത് വരെ ശൈശവാരംഭത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുവാൻ രാഷ്ട്രം എന്ത് ചെയ്യേണ്ടത്? യത്നിക്കേണ്ടതാണ്. അതായത് 6 വയസ്സായിട്ടാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അല്ല, നമ്മൾ കുട്ടികൾ ഒരുവിധം 1 വയസ്സൊക്കെ ആവുന്ന സമയത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങാറുണ്ട്, അല്ലേ? ഇല്ലേ? 1 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ പഠിപ്പിക്കും? എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. നിനക്കും ഇല്ല. മിസ്സിനെ എവിടെയെങ്കിലും ഓക്കെ, നിനക്ക് ചേച്ചിയുടെ കുട്ടിയുള്ളതല്ലേ? ഈ കുട്ടിക്ക് നിങ്ങൾ എത്ര വയസ്സായപ്പോഴാണത്? കുട്ടിയെ കാണുന്നു, കൊഞ്ചിക്കുന്നു എന്നല്ലാതെ കുട്ടിയുടെ മറ്റു കാര്യങ്ങൾ ഞാനിതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് അവൾ. അതല്ലേ? ഓക്കെ, അപ്പോൾ ഈ കുട്ടികളുടെ അറിയായിരിക്കും. എനിക്ക് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു വയസ്സ് തൊട്ടൊക്കെ കുട്ടിയെ കാര്യം പറഞ്ഞു കൊടുക്കും. 1 വയസ്സ് തൊട്ടൊക്കെ നമ്മൾ ഈ പേനയും പേപ്പറൊക്കെ എടുത്ത് കൊടുക്കില്ലേ? അവരുടെ മിഴിക്ക് കൊടുക്കും. മിഴിക്ക് വരയ്ക്കാനൊക്കെ കൊടുക്കും. മിഴി പേജൊക്കെ മറിയും, കേട്ടാ. അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. മിഴി എന്താണ് ചെയ്യുന്നത്? മിഴി ഒരു ബുക്കൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇതിങ്ങനെ വരച്ചിട്ട് അതൊക്കെ പഠിച്ചവളെ. ഇങ്ങനെ കുറച്ചൊക്കെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ പോകില്ല. അപ്പോൾ അടുത്ത ആ പേജ് മറിച്ചിട്ട് ഇവിടെയല്ല ഇവിടെയാണ് എഴുതാമെന്നൊക്കെ അവർക്കറിയാം. മനസ്സിലായില്ലേ? അത് സാധാരണ അതൊക്കെ 1 വയസ്സ് കഴിഞ്ഞാൽ. അപ്പോൾ 1 വയസ്സിലൊക്കെ തുടങ്ങും, കേട്ടാ. 1 വയസ്സിലൊക്കെ വരയ്ക്കാൻ തുടങ്ങും. ഓക്കെ, പിന്നെ എനിക്ക് മനസ്സിലാവാത്ത ചില ഭാഷകൾ ആ കുട്ടി പറയുന്നുണ്ട്, കേട്ടാ. കുട്ടികളുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന നല്ല PC ചോദ്യമൊക്കെ ആയിരിക്കും. ഒന്നാമത് ഇല്ലാത്തത്. ഓക്കെ,
നിന്റെ അടുത്ത് ഇന്നിപ്പോൾ അവൾക്ക് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് എത്ര കുറച്ച് 2 മാസം കഴിഞ്ഞില്ലേ? ഫെബ്രുവരിയിൽ 3 മാസം കഴിഞ്ഞ്. ഓക്കെ, അടുത്ത 3 മാസത്തിനകത്ത് നിന്റെ അടുത്ത് ഒരു PSC ചോദ്യം ഞാൻ കൂട്ടി ചോദിച്ചിരിക്കും. ഇതിന്റെ ചലഞ്ചാണ്. ഓക്കെ, അടുത്ത 3 മാസത്തിനകത്ത്. ഓക്കെ, നോക്കാം. നടക്കുമെന്തോ. AI കൊണ്ടെങ്കിലും ചോദിപ്പിക്കും. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പം മനസ്സിലായില്ല പിള്ളേരെ? അപ്പം ആർട്ടിക്കിൾ 45 എന്താ പറയുന്നേ? കുട്ടികൾക്ക് അവർക്ക് 6 വയസ്സ് തികയുന്നവരെ ശൈശവാരംഭത്തിൽ തന്നെ പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യാൻ ആരെത്തിക്കണം? രാഷ്ട്രം, അവർ കൺട്രി. മനസ്സിലായ? രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത് ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി 11ാമതായി ഒരു മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. മനസ്സിലായ? 11ാമത് ഒരു മൗലിക കടമ കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായ? ഈ ഒരു ഭേദഗതി 86ാം ഭേദഗതി പ്രകാരം എന്തൊക്കെ ഭേദഗതി അറിയാമോ? മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്തു, മൗലിക കടമകളെ ഭേദഗതി ചെയ്തു, മാർഗനിർദ്ദേശ തത്വങ്ങളെയും എന്ത് ചെയ്തു? ഭേദഗതി. ഈ 3 കാര്യങ്ങളെ നമ്മൾ ഭേദഗതിയിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കുമ്പോൾ മൗലിക അവകാശത്തിലൊരു ഭേദഗതിയായി, 45 മാറ്റം വരുത്തിയപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങളിലൊരു ഭേദഗതിയായി. മനസ്സിലായ? 51A ഭേദഗതി ചെയ്തപ്പോൾ എന്ത് ചെയ്തു? മൗലിക കർത്തവ്യങ്ങൾ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്യപ്പെട്ടു കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 51A ഭേദഗതി വരുത്തി 11ാമതായി ഒരു മൗലിക കടമ കൂടി എന്ത് കൂട്ടിച്ചേർത്തു. അതായത് നമുക്ക് പണ്ട് മൗലിക കടമ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 10 ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, മൗലിക കടമ കൂട്ടിച്ചേർത്ത ഭേദഗതി അറിയാമല്ലോ. 42ാം ഭേദഗതിയിലാണ് മൗലിക കടമകൾ എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 10. എവിടെ നിന്നാണ് കടമെടുത്ത മൗലിക കടമകൾ? മൗലിക കടമകൾ കടമെടുത്ത എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് കേട്ടോ, റഷ്യയിൽ നിന്നാണ്. ഓക്കെ, എന്നാൽ 11ാമത്തെ കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലാണ്? 86ാം ഭേദഗതിയാണ്. അത് 51A കൂട്ടിച്ചേർത്തത്. 51AK എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് 6നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ്. മനസ്സിലായി? മൗലിക കടമയാണ് പറയുന്നത്. മനസ്സിലായില്ല? അതായത് 6നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് ഓരോ രക്ഷകർത്താവിൻ്റെയും കടമയാണ്. ഇതാണ് ഏതിൽ പറയുന്നത്? നീയൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. നിനക്കിനി കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആകുമ്പോൾ 6നും 14 ഇനി എത്ര വർഷം എടുക്കും? നീ അടുത്ത വർഷം 10 വർഷം എടുക്കും. ഓക്കെ, 10 വർഷം കഴിയും നിനക്ക് 6 വയസ്സുള്ള കുട്ടിയാവാൻ. ഓക്കെ, ശരി. നോക്കാം. അപ്പൊ 3 വർഷം കഴിയുമ്പോൾ കല്യാണം. നാണം വേണം. ഓക്കെ, ശരി. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ 86ാം ഭേദഗതി ഏത് വർഷം പറയടാ? 2002. ഓക്കെ, പ്രധാനമന്ത്രി പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യം? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ഓക്കെ, ഈ ഭേദഗതിയിൽ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ്? 2002 ഡിസംബർ 12. ഓക്കെ, ഏത് ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു? 21A കൂട്ടിച്ചേർത്തു. 21A പ്രകാരം 6നും 14 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമാണ്. പിന്നെ നമ്മൾ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഏത് ആർട്ടിക്കിൾ ഭേദഗതി ചെയ്തു? ആർട്ടിക്കിൾ 45 ഭേദഗതി ചെയ്തു. ആർട്ടിക്കിൾ 45 പ്രകാരം 6 വയസ്സ് വരെ ശൈശവാരംഭത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുവാൻ രാഷ്ട്രം എന്ത് ചെയ്യണം? രാഷ്ട്രം യത്നിക്കണം. ഓക്കെ, രാഷ്ട്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? 45 പറയണത് കേട്ടോ. ഓക്കെ, അടുത്ത് ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തു? കുട്ടികളെ ഭേദഗതി ചെയ്തു. 51A ഭേദഗതി ചെയ്തിട്ട് എന്ത് ചെയ്തു? 51AK എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ആ കെയിൽ പറയുന്നത് 6നും 14 ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ അവസരം ഒരുക്കേണ്ടത് ആരുടെ കടമയാണ്? രക്ഷിതാക്കളുടെ കടമയാണ്. ഈ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 76 42ാം ഭേദഗതിയാണ്. ഓക്കെ, ശരി. അപ്പൊ കൂട്ടിച്ചേർത്തപ്പോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എണ്ണം. ഓക്കെ, ഈ മൗലിക കടമകൾ ഏത് പാർട്ടിലാ പറയുന്നേ? പാർട്ട് 4. ഓക്കെ, ആർട്ടിക്കിള് 4A 4അല്ലേടാ? 4 നിർദ്ദേശകത്വങ്ങൾ, 3 മൗലിക അവകാശങ്ങൾ, 4 നിർദ്ദേശക തത്വങ്ങൾ, 4A മൗലിക കടമകൾ, 5 യൂണിയനും സംവിധാനങ്ങളും. ഓക്കെ, ശരി. കറക്റ്റാണ്. ഞാൻ അവിടെ ഒരു പൂച്ച നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈൻഡ് തങ്കോണിയുടെ കുട്ടി, തങ്കോണിയുടെ മോൻ തന്നെ. അത് തന്നെ. നമുക്കിവിടെ പണ്ട് നമ്മളെ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് പോയി പണ്ടത്തെ സ്റ്റുഡൻസിനെ അറിയാം. ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, തങ്കമണി.
ആ തങ്കമണിയുടെ മകൻ ഈ വക പാസ് ചെയ്തപ്പോൾ ഞാനത് നോക്കി ഓരോ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. ആ 4A ആണ് എന്ത് മൗലിക കടമകൾ. അത് ആ പറയുന്ന ആർട്ടിക്കിള് 51A. ഓക്കെ, ശരി, ക്ലിയർ ആണല്ലോ. ശരി, ഓക്കെ. അപ്പോൾ ഇത് പഠിച്ചല്ലോ, ആർട്ടിക്കിൾ 86 ഭേദഗതി 2002 പഠിച്ചല്ലോ. ഓക്കെ, എപ്പോഴാണ് ചോദിക്കും? ഒന്ന് പോസിറ്റ് ചെയ്യടാ, ഒന്നുകൂടെ. ഇതാര് പറയും? അവിടെ അവർണ പറ, ഫുള്ള് പറ. എന്തായിരുന്ന ഈ ചോദ്യം? 86 ഭേദഗതിയെ കുറിച്ച് വിശദീകരിക്കുക. 2002 AB വാജ്പേയി പ്രധാനമന്ത്രി. പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഡിസംബർ 12 അംഗീകാരം ലഭിച്ചത്. അതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അംഗീകാരം ലഭിച്ച ഡിസംബർ 12. ഡേറ്റ് ഓർത്തോ കേട്ടോ. അംഗീകാരം ലഭിച്ച ഡിസംബർ 12. ഓക്കെ. മൗലികാവകാശ പട്ടികയിൽ പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പെടുത്താൻ വേണ്ടി എന്നതായിരുന്നു ലക്ഷ്യം. ഓക്കെ. മൗലിക അവകാശങ്ങളും നിർദ്ദേശകത്വങ്ങളും മൗലിക കടമകളും മാറ്റം വരുത്തി ഭേദഗതി ചെയ്തു. മൗലിക അവകാശമാക്കി. ആരുടെ കടമ? എത്ര വയസ്സിനിടയ്ക്ക്? ഓക്കെ, ഓക്കെ, ശരി. അടുത്ത് നിർദ്ദേശകത്വങ്ങളിൽ 45. കൊടുക്കാൻ വേണ്ടി രാഷ്ട്രം മറ്റേ യത്നം കരുവെന്നാണ്. രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. രാഷ്ട്രം ഒരാൾക്ക് തെറ്റിദ്ധരിച്ചിരിക്കണം. രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഓക്കെ. രക്ഷിതാക്കളുടെ മൗലിക കടമയായി മാറി. ഓക്കെ, ശരി, മനസ്സിലായല്ലോ. അതും 6ഉം 14 ഇടയ്ക്കാണ് കേട്ടോ. ഓക്കെ, 6ഉം 14 ഇടയ്ക്കാണ്. 45 ആണെങ്കിൽ 6 വയസ്സ് വരെ. ഓക്കെ, അപ്പോൾ മറക്കരുത്. ശരി, അപ്പം ഞാൻ വേറെ കുറച്ച് പോയിന്റ്സ് പറഞ്ഞായിരുന്നു. താങ്കളൊന്ന് പറഞ്ഞേ, ആ മൗലിക കടമകളെ കുറിച്ച് നമ്മൾ കുറച്ച് സംസാരിച്ചു. ഏത് ഭേദഗതിയിലാണ് കൂട്ടിച്ചേർത്ത്? 42 ഭേദഗതി കൂട്ടിച്ചേർത്തു. എവിടെന്നാണ് കടമെടുത്തിയത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. എത്ര മൗലിക കടമകൾ ഉണ്ടായിരുന്നു? 10 ഇപ്പൊ പറയുന്ന. ഓക്കെ, ഏത് ഭാഗത്തിലാ പറയുന്നേ? 4. ഏത് ആർട്ടിക്കിളാ പറയുന്നേ? 51A. ഓക്കെ, 57. എന്നാ മാർഗനിർദ്ദേശക തത്വം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അയർലാൻഡ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെയാണ്? അയർലാൻഡ്. ഓക്കെ. മൗലിക അവകാശങ്ങളാണെങ്കിലോ? അമേരിക്ക. ഈ 3 മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. മനസ്സിലായ? മൗലിക കടമകൾ എവിടെയാണ്? റഷ്യയാണ്. മൗലിക കടമകൾ റഷ്യ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ്. ഓക്കെ, അടുത്ത് മൗലിക അവകാശം അമേരിക്ക. ഓക്കെ, ആ 3 മറക്കണ്ട. നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ട ഭേദഗതി എന്ന് പറഞ്ഞാൽ 91 ഭേദഗതിയാണ് കേട്ടോ. 91 ഭേദഗതി. ഓക്കെ, 91 ഭേദഗതി വർഷം എന്ന് പറയും. 2004 മുമ്പ് ഈ ഭേദഗതി കൊണ്ടുവന്നത് 2003 നിലവിൽ വന്നത് 2004 കേട്ടോ. കൊണ്ടുവന്ന 2003 നിലവിൽ വന്ന ഏത് വർഷമാണ് പിള്ളേരെ? 2004 കൊണ്ടുവന്നത് 2003 നിലവിൽ വന്നത് 2004. ഓക്കെ, അപ്പൊ ആരാ പ്രധാനമന്ത്രി? പ്രധാനമന്ത്രി AB വാജ്പേയി. ആരാ പ്രസിഡന്റ്? APJ. ഓക്കെ, അവർ തന്നെയാണ്. അതായത് 86 ഭേദഗതി ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് 91 ഭേദഗതിയിലും. ഓക്കെ, പ്രധാനമന്ത്രി AB വാജ്പേയിയും പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഓക്കെ, മൊത്തം വെള്ളിയാണെന്ന്. ഇന്നെന്ത് ദിവസമാണ്? ചൊവ്വ. ഇന്ന് വെള്ളിയാഴ്ച അല്ല, ഞാൻ പറഞ്ഞ മൊത്തം വെള്ളിയാണ്. ഇന്ന് മഴയുണ്ടോ കേട്ടോ? എന്റെ സീരിയൽ ചോദിച്ചോക്കാം. വേണ്ട, സീരിയൽ ചോദിച്ചപ്പോൾ മതിയാക്കി. ഓക്കെ, തൊളിക്കോടെന്നാണ് പറഞ്ഞത്. നല്ല പൊരിച്ച മീൻ്റെ മണം വരണം അല്ലേ? എന്തിനാണെന്തോ അതിന് ഏത് മീനാണ്? ചൂര തന്നെയല്ലേ? വിശക്കണം. അല്ലെങ്കിൽ ചൂര. ആഞ്ജനേയ സ്വാമി, എടാ നിനക്ക് നോമ്പേടാ. നോമ്പ് പിടിച്ചിട്ട് അങ്ങ് മണക്കേടക്ക്. ഇവിടെ പടി പഠിച്ചിട്ട് പോയി ചോറി ഇടേ വിശക്കാണ്. ഓക്കെ, തോന്നുന്നു പറഞ്ഞത് തോന്നുന്നു. സാറേ ഇപ്പൊ തുറക്കാം. പോസിറ്റേ ഓക്കെ ഡേ. അപ്പൊ മനസ്സിലായല്ലോ. AB വാജ്പേയിയും APJ അബ്ദുൽ കലാമും 2004 ഭേദഗതി നിലവിൽ വന്നത്. ഭേദഗതി കൊണ്ടുവന്ന വർഷം 2003. ഓക്കെ, ഇവിടെ പറയണ ശ്രദ്ധിച്ച് കേട്ടോണേ.
കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായ? അതായത് ലോകസഭയിലെ ആകെ അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല കേന്ദ്രമന്ത്രിമാർ. മനസ്സിലായ? സംസ്ഥാന നിയമസഭയിലെ അംഗസംഖ്യയിലെ 15% കൂടാൻ പാടില്ല. എന്താണ്? മന്ത്രിമാരുടെ എണ്ണം. പഠിച്ചല്ലോ. ഓക്കെ. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12 കുറയാനും പാടില്ല. മനസ്സിലായി? 12 കുറയാനും പാടില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടിട്ടുണ്ട്. 12 കുറയാനും പാടില്ല. സെറ്റായല്ലോ? ഓക്കെ. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ 15% കൂടാൻ പാടില്ല. ഓക്കെ. ഈ അതോ സഭകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയും ലോകസഭയും അതോ സഭകളാണ്. മനസ്സിലായോ? നിയമസഭയും ലോകസഭയും എന്താണ്? അതോ സഭകളാണ് കേട്ടോ. ഓക്കെ. അവിടെ എന്ത് പാടില്ല? മന്ത്രിമാരുടെ എണ്ണം 15% കൂടാൻ പാടില്ല. ഓക്കെ. ശരി. അടുത്ത് സംസ്ഥാനങ്ങളിലാണെങ്കിൽ എത്ര കുറയാൻ പാടില്ല? 12 കുറയാനും പാടില്ല. ഓക്കെ. മനസ്സിലായല്ലോ. അടുത്ത് കൂറുമാറ്റ നിരോധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. 52-ാം ഭേദഗതി ഞാൻ ഫുൾ അതിൽ പറയുന്നുണ്ട്. ആ ക്ലാസ് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇത് ബാക്കി പഠിക്കാൻ എനിക്ക് നല്ലത്. ഓക്കെ. ശരി. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. മനസ്സിലായ? കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയായി നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത് എവിടെയാണ്? 91-ാം ഭേദഗതിയിലാണ്. ആ ഒരു പോയിന്റ് മനസ്സിലായടാ? മനസ്സിലായി. ഓക്കെ. അടുത്ത് 1985-ലെ 52-ാം ഭേദഗതി പ്രകാരം 2 രാഷ്ട്രീയ പാർട്ടികൾ ലയിച്ചാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടുകയില്ലായിരുന്നു. മനസ്സിലായ? 2 പാർട്ടി ലയിച്ചു. നിങ്ങൾ ലയിക്കുന്ന സമയത്ത് നിന്റെ പാർട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വിട്ടു നിന്നു. അവർ ഈ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ എന്ത് ചെയ്യുന്നില്ല? ഉൾപ്പെടുന്നില്ലായിരുന്നു. എന്നാൽ 2003-ലെ 91-ാം ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ ലയനം സംഭവിച്ചാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടുകയും അയോഗ്യനാവുകയും ചെയ്യും. മനസ്സിലായ? ഓക്കെ. എന്ന് കൊണ്ടുവന്ന ഏതിലാണ്? 91-ാം ഭേദഗതിയിൽ. മനസ്സിലായല്ലോ? ഇനി ഒരു പോയിന്റ് പഠിച്ചാൽ ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? അദ്ദേഹം ധനകാര്യ മന്ത്രി ആയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതി പ്രണബ് കുമാർ മുഖർജി സെഡിൻ മാൻ. പ്രണബ് കുമാർ മുഖർജിയാണ് സർ. പ്രണബ് മുഖർജി ആയിരുന്നു ആ കമ്മിറ്റിയുടെ തലവൻ. ഓക്കെ. അതായത് ഈ ഒരു ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പ്രണബ് മുഖർജി. ഓക്കെ. 91-ാം ഭേദഗതി ഏത് വർഷം? 2003. പ്രസിഡന്റ് ആര്? APJ അബ്ദുൽ കലാം. പ്രധാനമന്ത്രി ആര്? AB വാജ്പേയി. എപ്പോഴായി നിലവിൽ വന്നത്? 2004. ഓരോ കാര്യങ്ങൾ പറഞ്ഞേ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അതോ സഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം 12-ൽ കുറയാനും പാടില്ല. സെറ്റാണല്ലോ? ഓക്കെ. താടി വളർന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. കൂറുമാറ്റ നാളെ നീ ഇവിടെ പോണ്? മറ്റന്നാൾ നീ ഇവിടെ പോണ്? ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ ഇവിടെ നിനക്ക് ഞായറാഴ്ച മാത്രമേ ലീവ് ഉള്ളൂ ഇവിടുന്ന്. ഓക്കെ. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയെയോ MLAയെയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നവരെ എന്തായി നിയമിക്കാൻ പാടില്ല? മന്ത്രിയെ നിയമിക്കാൻ പാടില്ല എന്ന് എന്ത് ചെയ്തു? വ്യവസ്ഥ ചെയ്തു. 1985-ലെ 52-ാം ഭേദഗതി പ്രകാരം 2 രാഷ്ട്രീയ പാർട്ടികൾ ലയിച്ചാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടുകയില്ലായിരുന്നു. എന്നാൽ 2003-ലെ 91-ാം ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ ലയനം സംഭവിച്ചാൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടുകയും അയോഗ്യനാവുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് കുമാർ മുഖർജിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകം ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ധനകാര്യമന്ത്രി ആയിട്ടുണ്ട്. ഇന്ത്യയുടെ 14-ാമത്തെ രാഷ്ട്രപതിയാണ്. മരണാനന്തര ബഹുമതിയായി 2019 ഭാരത് രത്ന പുരസ്കാരവും ആർക്ക് ലഭിച്ചു? പ്രണബ് കുമാർ മുഖർജിക്ക് ലഭിച്ചു. ഓക്കെ. ശരി. പൗസ് ചെയ്തോ. നിങ്ങൾക്ക് മരണാനന്തരം തന്നെയാണ് കിട്ടിയത്. അതാ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. പ്രണബ് മുഖർജിക്ക് മരണാനന്തര ബഹുമതിയായിട്ടല്ല ഭാരത് രത്ന ലഭിച്ചു കേട്ടോ. ഓക്കെ. ഒന്ന് ഓർത്തോണേ. സ്പീഡിൽ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. സോറി. ഓക്കെ. ശരി. ബാക്കി ചോദിക്കാമല്ലോ. 91-ാം ഭേദഗതി ആരാ പറയാൻ പോകുന്നേ? നീ ഒന്നും പറഞ്ഞില്ലല്ലേ? ഫുള്ള് പറഞ്ഞു. 91-ാം ഭേദഗതി ഇല്ലേ? 91-ാം ഭേദഗതി 2003-ലാണ്. നിലവിൽ വരുന്നത് 2004. AB വാജ്പേയി പ്രധാനമന്ത്രിയും APJ അബ്ദുൽ കലാം പ്രസിഡന്റും ആയിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അതോ സഭയിലെ
അംഗസംഖ്യയുടെ 15% കൂടാൻ പാടില്ല മന്ത്രിമാരുടെ എണ്ണം. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇത് 12 കുറയാനും പാടില്ല. പിന്നെ ഒന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരാളുടെ ആ ശിക്ഷാ കാലാവധി കഴിയും വരെ പുള്ളിക്ക് മന്ത്രി സ്ഥാനം വഹിക്കാൻ പറ്റത്തില്ല. പുള്ളിയെ മന്ത്രിയായിട്ട് പറ്റത്തില്ല. പിന്നെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 85-ലെ ഭേദഗതി പ്രകാരം ഈ 2 പാർട്ടികൾ ലയിച്ചു കഴിഞ്ഞാൽ ആ ലയനത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വ്യക്തികൾ കൂറുമാറ്റ നിരോധന നിയമത്തിനകത്ത് വരില്ലായിരുന്നു. പക്ഷെ ഈ 91 ഭേദഗതി പ്രകാരം അത് അവരെ കൂടെ ഉൾപ്പെടുത്തും. പിന്നെ ഈ 91 ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ തലവനാണ് പ്രണബ് കുമാർ മുഖർജി. ഓക്കെ, ശരി, ഓക്കെ. അപ്പം അത്രേ നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, ഇനി ഇന്നത്തെ റിവിഷൻ നടത്താണ്ടല്ലേ? റിവിഷൻ ഒരുപാട് നടത്താൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കുഴപ്പമില്ല, ചെയ്യണത് 1-2 പേരായാലും അവർ ചെയ്ത് പഠിക്കട്ടെ, നല്ല കാര്യമല്ലേ? ഓക്കെ, നമുക്ക് അപ്പോൾ റിവിഷൻ നടത്താം. ഓക്കെ, റിവിഷൻ നടത്താം. ഇന്നലെ റിവിഷൻ പൗസ് ഇന്നലെ പഠിപ്പിച്ച റിവിഷനാണേ. രാജ്യത്തെ ആദ്യത്തെ സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? സഹകരണ കയറ്റുമതി കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ? രണ്ടാം ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി നിയോജക മണ്ഡലം. മൂന്നാം ചോദ്യം, മണ്ണിന് വേണ്ടി എന്ന കൃതി എഴുതിയതാര്? മണ്ണിന് വേണ്ടി എന്ന കൃതി എഴുതിയതാര്? നാലാമത്തെ ചോദ്യം, മണ്ണ് ഗവേഷകനെ പറയുന്ന പേരെന്താണ്? മണ്ണ് ഗവേഷകനെ പറയുന്ന പേരെന്താണ്? മണ്ണ് ഗവേഷകനെ പറയുന്ന പേരെന്താണ്? അഞ്ചാമത്തെ ചോദ്യം, ലോക മണ്ണ് വർഷം. ലോക മണ്ണ് വർഷം. ആറാമത്തെ ചോദ്യം, രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത്? രാജ്യത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് എക്കൽ മണ്ണ് കാണപ്പെടുന്നത്? ഏഴാമത്തെ ചോദ്യം, എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? പഠിപ്പിച്ച എല്ലാ ഏരിയയിലും മാർക്ക് എഴുതുള്ളേ. എക്കൽ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? എഴുതിയല്ലോ, എഴുതി. എട്ടാമത്തെ ചോദ്യം, എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു ഏതാണ്? എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു ഏതാണ്? ഒൻപതാം ചോദ്യം, ഗെറ്റ് അവേ എന്ന ഫ്രേസൽ വെർബ് അതിൻ്റെ മീനിങ് എഴുതണം. ഗെറ്റ് അവേ, ഗെറ്റ് അവേ. എഴുതിയല്ലോ. പത്താം ചോദ്യം, പുട്ടപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എഴുതണം. പുട്ടപ്പ് വിത്ത്, പുട്ടപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എഴുതണം. ഓക്കെ, മോനെ മോനെ ഇതാ മോനെ നോക്കടാ മോനെ. മിടുക്കൻ മിടുക്കൻ. എന്തുവാ? ആ, ഓക്കെ. എടാ, സഹകരണ മേഖലയിലെ കയറ്റുമതി കൊച്ചി. ഓക്കെ, അടുത്ത ലൈബ്രറി നിയോജക മണ്ഡലം ധർമ്മടം. മണ്ണിന് വേണ്ടി എഴുതിയതാരാ? മണ്ണ് ഗവേഷക AKG ആണ്. മണ്ണ് ഗവേഷകന് പറയുന്ന പേരെന്താ? പെഡോളജിസ്റ്റ്. ഓക്കെ, മണ്ണ് വർഷം ഏതാ? 2015. ഇന്ത്യയുടെ എത്ര ശതമാനമാണ് എക്കൽ മണ്ണ്? ഓക്കെ, ഇതിൽ കൃഷി ചെയ്യുന്ന വിളകള് നെല്ല്, ഗോതമ്പ്, കരിമ്പ്, എണ്ണക്കുരുക്കള്, പുകയില. ഓക്കെ, ചണം കൃഷി ചെയ്യണത് പൊതുവെ കൃഷി ചെയ്യുന്നത് എവിടെയാ? ബംഗാൾ പ്രദേശത്താണ്. ബ്രഹ്മപുത്രയുടെ ആ ഭാഗത്തൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി. എന്നാലും താങ്കൾക്ക് മാർക്ക് തരികയാണ്. ഓക്കെ, അടുത്ത് എക്കൽ മണ്ണിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ധാതു ഏതാ? നൈട്രജൻ. ഓക്കെ, ഇതെന്താ അലക്സാണ്ടർ എന്തിരിക്കുന്നത്? ഗെറ്റവേ എന്താ? ഗെറ്റവേ ഗെറ്റവേ എന്താണ്? എസ്കേപ്പ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്. ഓക്കെ, അലക്സാണ്ടർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. ശരി, ഓക്കെ. അതിൽ 9 മാർക്ക്. ഇന്നും ഫുള്ളില്ല. ഇച്ചിപ്പടാ നിനക്ക് കൺഗ്രാറ്റ്സ്. ഓക്കെ, അവിടെ 8. 8ൽ എനിക്ക് അത്ര വിശ്വാസം പറയാം, പിടിച്ചോളാം. ഓക്കെ, 10. അപ്പം എന്താക്കി 10. ഓക്കെ, എടാ നിങ്ങൾ മാർക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് കുട്ടികളെ. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. അപ്പം നാളെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭേദഗതികളും പിന്നെ നമ്മൾ പഠിച്ചതും. ഓക്കെ, ശരി, ബൈ, ടാറ്റ.